ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കിഴക്കേപ്പുരയ്ക്കൽ രജനിയാണ് കൊല്ലപ്പെട്ടത്. മകൾ അനഘയ്ക്കും പരിക്കേറ്റു. ഭർത്താവ് കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ താമസിക്കുന്ന കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ രജനിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾ അനഘയ്ക്കും പരിക്കേറ്റു. തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റ അനഘയെ ഉടൻ വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് കൃഷ്ണദാസിനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുലർച്ചെ 2:30 മണിയോടുകൂടി വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നിസ്സംഗനായി വീടിന് മുന്നിലിരിക്കുന്ന കൃഷ്ണദാസിനെയും വെട്ടേറ്റ നിലയിൽ കട്ടിലിൽ കിടക്കുന്ന രജനിയെയുമാണ് കാണാൻ കഴിഞ്ഞതെന്നും ഉടനടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും പരിസരവാസികൾ പറഞ്ഞു. വൈഫിനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവളപ്പോൾ എന്നെ പുലർച്ചെ അദ്ദേഹത്തിൻ്റെ അനിയൻ വന്നിട്ടാണ് എന്നെ പുലർച്ചെ ഉണർത്തി. ഞാനവിടെ പോയി നോക്കുമ്പോൾ ആൾ വെട്ടേറ്റ് കിടക്കുകയാണ്. വെട്ടേറ്റിട്ടല്ല, ഏകദേശം മരണപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു അവിടെ പോയപ്പോൾ. പിന്നെയാണ് കുട്ടിക്ക് വെട്ടേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ കുട്ടീനെ കൊണ്ട് ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ വന്നു. കുട്ടീനെ ഇവിടെ വെച്ചിട്ട് തന്നെ കഴുത്തിൽ വെട്ടേറ്റിട്ടുണ്ടായിരുന്നു, തലയിലും വെട്ടേറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കഴുത്തിൽ സ്റ്റിച്ചൊക്കെ ഇട്ടു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് മറ്റേ പി കെ ദാസിലേക്ക് റെഫർ ചെയ്യാനുണ്ടായത്. ഇപ്പം നിലവിലിപ്പോൾ കുട്ടി പി കെ ദാസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല. പക്ഷേ എന്തോ കുറച്ചായിട്ട് ആൾക്ക് ഒരു മനസ്സിനെന്തോ ഒരു വിഷമം പറ്റിയ മാതിരിയാണ് നമുക്കൊക്കെ തോന്നുന്നത്. ആരായിട്ടും സംസാരിക്കുകയോ കൂടുതൽ ഇടപഴകുകയോ സംസാരിക്കുകയോ ചെയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് 2 മാസത്തോളമായിട്ട് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വിഷയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച രജനിയുടെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ചു. ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി ആയുർവേദ ഡോക്ടർമാർ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിച്ചു. ഇനിയൊരു ഫോൺ സന്ദേശം മാത്രം മതി. സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ നേരിട്ട് വീട്ടിലെത്തി രോഗിയെ പരിശോധിച്ച് ചികിത്സയും മരുന്നുകളും സൗജന്യമായി നൽകും. ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിയിലെ സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായാണ് അവശരായ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തി ചികിത്സ ലഭ്യമാക്കുന്നത്. പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായി സാന്ത്വന ചികിത്സയുടെ കൂടി ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വരുന്ന എല്ലാ വാർഡുകളിലും ഉള്ള കിടപ്പ് രോഗികൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള ഒട്ടും നടക്കാൻ പറ്റാതെ സമ്പൂർണ്ണമായി കിടപ്പിലായ രോഗികൾക്ക് ആയുർവേദ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് എല്ലാ ബുധനാഴ്ചയും ഡോക്ടർ അവിടെ വന്ന് രോഗിയെ പരിശോധിച്ച് ആവശ്യമുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് പാലിയേറ്റീവ് കെയർ ത്രൂ ആയുർവേദ എന്നുള്ളത്. അതെല്ലാം കോവിഡ് കാരണം ഒരു 1.5 വർഷം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ജൂൺ മാസം മുതൽ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും നടന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഈ പദ്ധതി കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലെയും കിടപ്പ് രോഗികൾക്ക് ഇതിനുള്ള സൗകര്യം ലഭിക്കും. ആഴ്ചയിൽ 1 ദിവസമാണ് വാതിൽപ്പടി സേവനത്തിനായി നീക്കിവെച്ചിട്ടുള്ളത്. 1 മാസത്തേക്കുള്ള മരുന്നുകളും ലഭ്യമാക്കും. ഡോക്ടറുടെ സേവനം ആവശ്യമുള്ള കിടപ്പ് രോഗികൾ അതാത് വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെടണം. ആയുർവേദ മരുന്നുകൾ ആവശ്യമുള്ള ഏതെങ്കിലും ഇങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ ആ രോഗികൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അടുത്തുള്ള വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടണം. അല്ലെങ്കിൽ ഇതിലൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഒരു ലത എന്ന് പറഞ്ഞിട്ട് പാലിയേറ്റീവ് കെയറിന്റെ ഒരു നേഴ്സുണ്ട്. അവരുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അങ്ങനെ അവർ ബന്ധപ്പെട്ട ആ നമ്പർ നിങ്ങളുടെ വീടും പേര് അഡ്രസ്സും പറയുവാണെങ്കിൽ നമ്മളെ ഇവിടുന്ന് ഡോക്ടർ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ബുധനാഴ്ചയും വന്നിട്ട് രോഗിയെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകുന്നതാണ്. ഈ മരുന്നുകൾ 1 മാസത്തേക്ക് ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തുള്ള ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ വന്നാൽ അത് സൗജന്യമായിട്ട് നൽകുന്നതായിരിക്കും. പിന്നെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റും ആവശ്യാനുസരണം ഡോക്ടർ വന്ന് പരിശോധിച്ച് നൽകുന്നതാണ്. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലുള്ള എല്ലാ വാർഡുകളിലെ രോഗികൾക്കും ഈ ചികിത്സ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടു കൂടി ആണ് നടപ്പിലാക്കി വരുന്നത്. ഒറ്റപ്പാലം
മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75,000 രൂപയുടെ മരുന്നാണ് ഒരു വർഷം ഇതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ആ 75,000 രൂപയുടെ മരുന്നാണ് എല്ലാവർക്കും നൽകി വരുന്നത്. ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാവിലെ മുതൽ പഞ്ചരത്ന കീർത്തനാലാപനം, ചെമ്പൈ സംഗീതോത്സവം എന്നിവ നടന്നു. തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ശങ്കരൻകുട്ടി മേലൂരിന്റെ നേതൃത്വത്തിൽ ഭക്തിഗാനാർച്ചനയും അകലൂർ നൃത്തകലാക്ഷേത്രം സംഘത്തിന്റെ നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ ഒക്ടോബർ 4-ന് വിദ്യരാജ ഗോപാല ഹോമവും പൂജയും നടക്കും. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 4 വരെയുള്ള ദിവസങ്ങൾ നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, ശാസ്ത്രീയ സംഗീതം, ഭക്തിഗാനാർച്ചന, സംഗീതാഞ്ജലി, വീണക്കച്ചേരി എന്നിവ ക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചലച്ചിത്രാസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ നൽകാൻ ലാഡർ സിനിമാസ് ആൻഡ് ഗെയിം സോൺ നൂതന ദൃശ്യശ്രവ്യ മികവോടെ 3 സ്ക്രീനുകൾ, ഡോൾബി ഫുൾ അറ്റ്മോസ് സൗണ്ട്, 3D ഫീച്ചേഴ്സ്, പ്രീമിയം റിക്ലൈനിംഗ് സീറ്റ്സ്, ജില്ലയിൽ ആദ്യമായി ബാർക്കോ SP4K 25 RGB ലേസർ പ്രൊജക്ടർ, കൂടാതെ ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് ഏരിയ, ഗെയിം സോൺ. ലാഡർ സിനിമാസ് ആൻഡ് ഗെയിം സോൺ, ലക്കിടി, ഒറ്റപ്പാലം. ഈ ഓണം പൊന്നോണമാക്കാൻ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു നല്ലോണം സെലിബ്രേഷൻ. ഈ ഓണക്കാലത്ത് പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി നേടൂ മാരുതി സ്വിഫ്റ്റ് കാർ. കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ഈ ആഘോഷവേളയിൽ പർച്ചേസ് ചെയ്യൂ, ആഭരണങ്ങൾക്കൊപ്പം സൗഭാഗ്യങ്ങളും സ്വന്തമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേഷൻ. ഒറ്റപ്പാലത്തിന് സുവർണ തിളക്കവുമായി 1/2 നൂറ്റാണ്ടിലധികം സേവന പാരമ്പര്യവും അതിനൂതന സ്വർണ്ണാഭരണ ശേഖരവുമായി ശോഭന ജ്വല്ലറി, ഒറ്റപ്പാലം. പരിശുദ്ധമായ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, പുതുമയോടൊപ്പം പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേരുന്ന ആഭരണ ശേഖരം. കൂടാതെ ബ്രാൻഡഡ് കളക്ഷൻസിനൊപ്പം അമൂല്യമായ ഡയമണ്ട് ശേഖരവും. ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസ്, പ്രഷ്യസ് ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ്, സിൽവർ ഓർണമെന്റ്സ് ആൻഡ് വെസൽസ്, ജന്മനക്ഷത്ര കല്ലുകളുടെ അമൂല്യ ശേഖരം. ശോഭന ജ്വല്ലറി, ഒറ്റപ്പാലം.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് വീടുകളിൽ ബൊമ്മക്കൊലു ഒരുക്കി തുടങ്ങി. ഒറ്റപ്പാലം കുന്നത്തുമടം മധുരിമ ശങ്കരയ്യരുടെ വീട്ടിലൊരുക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവാണിത്. കേരളത്തിൽ കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിനം മുതൽ 9 ദിനങ്ങളായിട്ടാണ് നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനയുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഉത്സവമായ നവരാത്രി കാലങ്ങളിൽ പ്രധാനമായും ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ് ദേവീദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തി നടത്തുന്ന ബൊമ്മക്കൊലു. നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ സരസ്വതി, പാർവതി, ലക്ഷ്മി എന്നീ ദേവിമാർക്കു വേണ്ടി കലശാവാഹനം പൂജവിധി നടത്തുന്നു. അതിനുശേഷം മരത്തടികൾ കൊണ്ട് പടികൾ ഉണ്ടാക്കുന്നു. സാധാരണയായി 3, 5, 7, 9 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് പടികൾ നിർമ്മിക്കുന്നത്. പടികൾക്ക് മുകളിൽ തുണി വിരിച്ച ശേഷം ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് അതിൽ നിരത്തി വെക്കുന്നു. പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കൊലുകളിൽ ചിത്രീകരിക്കുന്നത്. മഹിഷാസുരൻ ദേവാലയത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ വരം വാങ്ങിച്ചിട്ട് എല്ലാവരും ദ്രോഹിക്കാൻ തുടങ്ങുമ്പോൾ അവനെ കൊല്ലുന്നതിനായി ദേവി അവതാരം എടുക്കും. ദേവി ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ടും അപ്പോൾ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത 3 ദിവസം ലക്ഷ്മിയായിട്ടും പിന്നെ അവസാനത്തെ 3 ദിവസം സരസ്വതിയായിട്ടും അവതരിച്ച് മഹിഷാസുരനെ സംഹരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് ഈ ഐതിഹ്യം, ഈ 9 ദിവസത്തെ ഐതിഹ്യം. അതിന് ഈ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് വെറ്റില, അടയ്ക്ക, പഴം, ജാക്കറ്റ് പെട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് സ്ത്രീകളെ വിളിച്ചിട്ട് അവർക്ക് ഇത് കൊടുക്കുന്നതാണ് ഐതിഹ്യം. പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ പാവാട, ജാക്കറ്റ്, വള, മാല, മൈലാഞ്ചി എല്ലാം വെച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും ജാതിഭേദമന്യേ എല്ലാ ബൊമ്മകളും കൊലുവിൽ വയ്ക്കാം. അത് 3, 7, 9 അങ്ങനെ ഒറ്റയായിട്ട് വരണം പടി. ഈ 9 ദിവസവും ഇതിനും 2 നേരവും നൈവേദ്യം വെച്ച് നേദിച്ച് എല്ലാവർക്കും ജാതിഭേദമന്യേ എല്ലാവർക്കും കൊടുക്കുകയും വേണം, എല്ലാവരും ക്ഷണിക്കുകയും വേണം. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. ഈ 9 ദിവസവും ഈ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. കുടുംബത്തിന് ഐശ്വര്യം വരും. ഇതാണ് എൻ്റെ ഐതിഹ്യം. ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്ന വിശേഷാൽ ദിനങ്ങളാണ് നവരാത്രി മഹോത്സവങ്ങൾ. നവരാത്രി ആഘോഷിക്കുന്ന 9 ദിനങ്ങളിൽ ആദ്യത്തെ 3 ദിനം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിനങ്ങളിൽ ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിനങ്ങളിൽ സരസ്വതിയായും സങ്കല്പിച്ച് ആരാധിക്കുന്നു. നവരാത്രി ദിനങ്ങളിൽ ആചരിക്കുന്ന ആദിപരാശക്തിയുടെ 9 രൂപങ്ങളായ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡമാത, കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവർ നവദുർഗമാരായി അറിയപ്പെടുന്നു. ഈ ബൊമ്മകൾ വെക്കുന്നതിനും ഒരു കണക്കുണ്ട്. ഏറ്റവും മുകളിലെ ദുർഗ, ആദ്യത്തെ 3 ദിവസം ദുർഗയാണ് പൂജിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ദുർഗയ്ക്കും, പിന്നെ അടുത്ത 3 ദിവസം അതായത് അടുത്ത വരിയിലെ അഷ്ടലക്ഷ്മി, ലക്ഷ്മിയാണ് രണ്ടാമത്തെ അവതാരം. അപ്പോൾ അഷ്ടലക്ഷ്മി, 8 ലക്ഷ്മികളുണ്ടാകും. പിന്നെ ദശാവതാരമുണ്ട്, കല്യാണ സെറ്റുണ്ട്. അങ്ങനെ ഏത് ബൊമ്മ വേണം വയ്ക്കാം. ഗാന്ധിജി, മഹാത്മാഗാന്ധി, നെഹ്റു, ഇത് എങ്ങനെ ഏത് വേണമെങ്കിലും വെക്കാം. ഏത് ജാതി മത ബൊമ്മകളും ഇതിൽ വെക്കാം. പിന്നെ ഏറ്റവും അവസാനത്തെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, കുട്ടികൾക്കാണ് ഇതിൽ പ്രധാനം. അപ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇതിൽ വെക്കാം. പിന്നെ 3 നേരവും നേദിച്ച് കുട്ടികൾക്ക് വിശേഷ കുട്ടികളെ ക്ഷണിച്ച് പാട്ട് പാടിപ്പിക്കും. ആ 9 ദിവസം നല്ലോണം പാടിപ്പിക്കും. അന്നാണ് വിദ്യാരംഭത്തിൻ്റെ ദിവസം പാട്ട് പഠിക്കുന്ന പുതിയ കുട്ടികൾ അന്നാണ് ജോയിൻ ചെയ്യുക, പാട്ട് പഠിക്കുക. ശൈത്യത്തിന്റെ ആരംഭമായ ശരത് ഋതുവിൽ ആഘോഷിക്കുന്നതിനാൽ നവരാത്രി ആഘോഷങ്ങൾക്ക് മഹാനവരാത്രി എന്നും പേരുണ്ട്. ഇവിടങ്ങളിൽ ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായി നവരാത്രി ആഘോഷിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ശ്രീരാമൻ രാവണനെ വിജയിച്ചതിന്റെ ഓർമ്മയ്ക്കായും നവരാത്രി ആഘോഷിക്കുന്നു. അജയ് വിജയൻ, ACV ന്യൂസ്, ഒറ്റപ്പാലം. ഹോം മെയ്ഡ് കേക്കുകളും വെറൈറ്റി ഷേക്കുകളുമായി ബീൻ ഫ്രീ കഫേ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു.
അഭിരുചികളിലും രുചിഭേദങ്ങളിലും നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വിരൽത്തുമ്പിൽ ആഗ്രഹിച്ച വിഭവങ്ങൾ മുന്നിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കസ്റ്റമേഴ്സിന്റെ തിരഞ്ഞെടുപ്പിന് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നത് ആയാസകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ രുചിഭേദങ്ങളിൽ വൈവിധ്യം തിരയുന്നവർക്ക് മുന്നിൽ ഹോം മെയ്ഡ് കേക്കുകളും വെറൈറ്റി ഷേക്കുകളുമായാണ് ബീൻ ഫ്രീ കഫേയുടെ പുതിയ ഷോപ്പ് ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. വർഷമായിട്ട് ഹോം ബേക്കിംഗ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പ്ലാൻ വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ ബീൻ ട്രീ കഫേ. ഇവിടെ കേക്കിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് കേക്ക്സും ഉണ്ട്. അത് കൂടാതെ തന്നെ ചീസ് കേക്ക്സ്, ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ്, കേക്സിക്കൽസ്, അങ്ങനെയുള്ള എല്ലാതും ഉണ്ട്. അതുകൂടാതെ സേവറി ആയിട്ടുള്ള ഐറ്റംസ് പറയുകയാണെങ്കിൽ ബർഗേഴ്സ്, പിസ്സ, സാൻഡ്വിച്ചസ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസും അവൈലബിൾ ആണ്. എല്ലാ കേക്ക്സും ഈവൻ ബർഗേഴ്സും എവറിത്തിങ് ഹോം മെയ്ഡ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടാതെ തന്നെ കുറേ ടൈപ്പ് ഓഫ് ജ്യൂസസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്. ഇതൊക്കെ അവൈലബിൾ ആണ്. കപ്പ് കേക്കും ചീസ് കേക്കും പീസ് കേക്കും തുടങ്ങി വെറൈറ്റി ഫ്ലേവറുകളുള്ള കേക്കുകളും ലോഡഡ് ഫ്രൈസും സാവറി ബൈറ്റ്സും വ്യത്യസ്ത തരം മൊജിറ്റോസും ബീൻ ഫ്രീ കഫേയുടെ പ്രത്യേകതകളാണ്. ഞങ്ങളുടെ മെയിൻ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് സിസിലിംഗ് ബ്രൗണി ഉണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ പുട്ട് ഐസ്ക്രീം ഉണ്ട്, പിന്നെ മാജിക്കൽ സ്ഫിയർ ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ സ്പെഷ്യാലിറ്റീസ്. ഒരു വ്യൂവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക ഇതിനെല്ലാം. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൺഡേസ് ഉണ്ട്, ലൈക്ക് ഡോണറ്റ് സൺഡേസ് ഉണ്ട്, പിന്നെ ബ്രൗണി സൺഡേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഡിഫറെൻറ്റ് ഐസ്ക്രീം സൺഡേസും അവൈലബിൾ ആണ്. ഹോം മെയ്ഡ് വിഭവങ്ങൾ മോഡേൺ ഇന്റീരിയർ ഡിസൈനിങ്ങുകളോടുകൂടി ഒരുക്കിയിരിക്കുന്ന ഷോപ്പിലൂടെ കസ്റ്റമേഴ്സിന് മുന്നിൽ എത്തിക്കുന്നു എന്നതിലാണ് ബീൻ ഫ്രീ കഫേയെ വ്യത്യസ്തമാക്കുന്നത്. കേക്ക് നന്നായിട്ടുണ്ട്. ഹോം മെയ്ഡ് കേക്കാണ് ഇന്ന് എന്തായാലും ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബീൻ ഫ്രീ കഫേ. വളരെ നല്ല അവർ ആ ഒരു കൂട്ടായ്മയോടുകൂടി പാർട്ണർഷിപ്പോടുകൂടി തുടങ്ങിയ സംരംഭം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികോത്സവം നടന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ബാൻഡ് മേളത്തോടൊപ്പം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ASI ഗംഗാധരിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് എന്നീ 4 ഹൗസുകളുടെയും അകമ്പടിയോടെ മാർച്ച് പാസ്റ്റ് നടത്തിയതിനു ശേഷമാണ് സ്കൂളിലെ കായികോത്സവത്തിന് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ASI ഗംഗാധരൻ നിർവഹിച്ചു. ഔദ്യോഗികമായി ഒന്നുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പാലക്കാട് ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലം ഹൈസ്കൂളിൻ്റെ ആനുവൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച സ്കൂൾ അധികൃതർക്കും ഭാര്യമാർക്കും ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. ഇത് സബ് ജൂനിയർ LKG മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ ഒരു മീറ്റാണ്. ഹയർ സെക്കൻഡറിയും കൂടി ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അതിൻ്റെ അന്തസ്സ് ഉൾക്കൊണ്ട് ഈ ചടങ്ങ് ഗംഭീരമായി പരിപാടി നടത്തുവാൻ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. ഇതുമാതിരി ഒരുപാട് വർഷങ്ങൾ ഇതുമാതിരി തന്നെ മീറ്റുകൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. PTA പ്രസിഡന്റ് VK റഷീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുനീറ മുജീബ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KP ഗീത, സ്കൂൾ പ്രിൻസിപ്പൽ പരമേശ്വരൻ നമ്പൂതിരി, V ലത, P സുകുമാരൻ, K മധു എന്നിവർ കായികോത്സവത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ജില്ലാ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 69 കിലോ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയ മുഹമ്മദ് ഷാമിൽ എന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സ്കൂളിലെ വിദ്യാർത്ഥിയെയും 72 കിലോഗ്രാം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ അനസ് എന്ന വിദ്യാർത്ഥിക്കും വേദിയിൽ വെച്ച ASI ഗംഗാധരൻ സ്കൂളിന്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പുരസ്കാരം നൽകി.
സ്മൃതിവനമൊരുക്കി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്. പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പച്ചത്തുരുത്ത് പദ്ധതിയിൽ സ്മൃതിവനം ഒരുക്കി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ 60 സെന്റ് സ്ഥലത്ത് നക്ഷത്രവനം, ഔഷധ വൃക്ഷോദ്യാനം, ശരഭോദ്യാനം, തേൻകനി വനം എന്നിവയാണ് ഒരുക്കിയത്. മന്നത്താം കുളങ്ങര അപ്പുകുഞ്ഞഗുപ്തൻ സ്മൃതിവനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. ഓറഞ്ച് മുതൽ മാവ് വരെ അടങ്ങുന്ന 60ഓളം ഇനം ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും 27 നക്ഷത്രങ്ങളുടെ മരങ്ങളും അടങ്ങുന്ന 150ഓളം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. പരിപാടിയിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത, ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി, ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം P. സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ O. ശ്രീകുമാരി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ C. കൃഷ്ണൻകുട്ടി, സെക്രട്ടറി മനോജ്, കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ, സംസ്കൃതി രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അതിനൂതന ഇന്റീരിയർ പ്രൊഡക്റ്റുകളുടെ ജില്ലയിലെ വിശാലമായ ഷോറൂമുമായി പ്രസ്റ്റീജ് പ്ലൈ സെന്റർ, ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികളായ ഗ്രീൻ പ്ലൈ, വെസ്റ്റേൺ ഇന്ത്യ, വുഡ് പ്ലൈ, വെസ്റ്റ് വുഡ് എന്നീ കമ്പനികളുടെ ജില്ലയിലെ അംഗീകൃത വിതരണത്തോടൊപ്പം കിച്ചൺ ആക്സസറീസുകൾ, ലാമിനേഷൻ ഷീറ്റുകൾ, വിവിധതരം ഡിസൈനുകളോടുകൂടിയ ഗ്ലാസുകൾ, ചിമ്മിനി, ഹോബുകൾ തുടങ്ങിയവയുടെ വൈവിധ്യം നിറഞ്ഞ കളക്ഷനുകളുമായി പ്രസ്റ്റീജ് പ്ലൈ സെന്റർ, ഈസ്റ്റ് മനുശ്ശേരി, ഒറ്റപ്പാലം. ഫ്രിഡ്ജുകളുടെ രാജകീയ ഭാവം ഇനി ഷൊർണൂരിന് സ്വന്തം. കൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആവശ്യമായ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, TV, ഫാൻ, ഓവൻ, AC, സ്മാർട്ട് ഫോൺ തുടങ്ങിയവയെല്ലാം മലബാർ ഡിജിറ്റലിൽ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ, ബൈപ്പാസ് SMP ജംഗ്ഷൻ, ഷൊർണൂർ. കൂടാതെ ഓണം പ്രമാണിച്ച് നവംബർ 1 വരെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഇന്ന് തന്നെ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ, ബൈപ്പാസ് SMP ജംഗ്ഷൻ, ഷൊർണൂർ. ഫോൺ 9895921890 7907929695. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. വാർത്തകൾ തുടരുന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര സർവേയിൽ കണ്ടെത്തിയ 32 ഗുണഭോക്താക്കൾക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ വെച്ച് നടന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യ സർവേയിൽ കണ്ടെത്തിയ 32 ഗുണഭോക്താക്കൾക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പഞ്ചായത്ത് തല ശില്പശാല 27/9/2022 തീയതി പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, സെക്രട്ടറി M. ഹരികൃഷ്ണൻ, സർവേ നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ M. സുനിൽകുമാർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസറും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും ആയ പ്രഭ, സുറുമി, കുടുംബശ്രീ ചെയർപേഴ്സൺ സുരഭി, വിവിധ വാർഡ് മെമ്പർമാർ മുതലായവർ പങ്കെടുത്തു. സർവേയിൽ കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്ക് ഹ്രസ്വകാല ദീർഘകാല പദ്ധതി ആവിഷ്കരിക്കലാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടത്. റേഷൻ കാർഡ് ലഭ്യമല്ലാത്തവർക്ക് റേഷൻ ലഭ്യമാക്കുക, തിരിച്ചറിയൽ രേഖകൾ ലഭ്യമാക്കുക, റേഷൻ കാർഡ് ലഭ്യമായവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് കൊണ്ടുവരിക, വാസഗൃഹത്തിന്റെ ഭൗതിക സ്ഥിതി മനസ്സിലാക്കി ഭവന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, മരുന്ന് ലഭ്യമാക്കുക മുതലായ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി.
ലോക ടൂറിസം ദിനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശുചീകരിച്ചു. ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജലസേചന വകുപ്പ്, ടൂറിസം ക്ലബ്ബുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മലമ്പുഴ ഉദ്യാനം, പോത്തുണ്ടി ഡാം ഉദ്യാനം, മംഗലം ഡാം ഉദ്യാനം, കാഞ്ഞിരപ്പുഴ ഡാം ഉദ്യാനം, വാടിക ശിലാവാടിക ഉദ്യാനം, മലമ്പുഴ റോക്ക് ഗാർഡൻ, വെള്ളിയങ്കല്ല് പൈതൃക പാർക്ക്, വെള്ളിനേഴി കലാഗ്രാമം, സാംസ്കാരിക സമുച്ചയം എന്നിവിടങ്ങളാണ് ശുചീകരിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മലമ്പുഴ ഡാം ഉദ്യാനത്തിൽ KD പ്രസേനൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ അധ്യക്ഷയായി. മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ D അനിൽകുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിരോധ കുത്തിവയ്പ് മരുന്നിന് ക്ഷാമം. ഷൊർണൂരിൽ ദിനം പ്രതി തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനുള്ള മരുന്നിന്റെ ലഭ്യത കുറവാണ്. പ്രതിദിനം 20ഓളം പേരാണ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കുത്തിവയ്പ്പിനായി മാത്രം എത്തുന്നത്. ആദ്യം കടിയേറ്റെത്തുന്നവരും തുടർച്ചയായി കുത്തിവയ്പ് എടുക്കേണ്ടവരും ഇതിൽ ഉൾപ്പെടും. വലിയ തോതിലുള്ള കടിയേറ്റെത്തുന്നവർക്ക് നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കില്ല. ഇതിനായി ജില്ലാ ആശുപത്രിയിലോ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ പോകേണ്ട അവസ്ഥയാണ്. പട്ടാമ്പി, കൂറ്റനാട് മേഖലയിൽ നിന്നടക്കം ആളുകൾ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കുത്തിവയ്പ്പിനായി എത്തുന്നുണ്ട്. മീറ്റ്ന തടയണയിൽ ഷട്ടറുകൾ മാറ്റി തുടങ്ങി. ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ചോർച്ച പരിഹരിക്കാനായി ഷട്ടറുകൾ മാറ്റുന്നതിനായുള്ള പണി തുടങ്ങി. മരത്തിന് പകരം ഉരുക്കുനിർമ്മിത ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പണിയാണ് തുടങ്ങിയത്. തടയണയിൽ മരത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ള 26 ഷട്ടറുകൾ 19.50 ലക്ഷം രൂപ ചെലവിലാണ് ഉരുക്കുനിർമ്മിതമാക്കുന്നത്. 1 മാസത്തിനകം ഇവ മാറ്റി സ്ഥാപിക്കാനാണ് ജല അതോറിറ്റിയുടെ ശ്രമം. 2015-ലാണ് നിലവിലെ മര ഷട്ടറുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഇവ വേനൽക്കാലത്ത് അടച്ച വെള്ളം സംഭരിക്കുമ്പോൾ സ്ഥിരമായി ചോരുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഇതിനു പുറമെ കൂറ്റൻ മരത്തടികളും മറ്റും ഒഴുകിയെത്തി തടയണയുടെ ഷട്ടറുകൾ അടയ്ക്കുന്ന ഭാഗത്ത് അടിഞ്ഞുകൂടുന്നതും ഷട്ടറുകളുടെ നാശത്തിനും വഴിയൊരുക്കി. നിലവിൽ എല്ലാ വർഷവും വേനൽക്കാലത്ത് ജലസംഭരണത്തിനു വേണ്ടി തടയണ അടയ്ക്കാറുണ്ട്. മഴ തുടങ്ങിയാൽ മര ഷട്ടറുകൾ തുറക്കാനും ഏറെ പ്രയാസമാണ്. അമ്പലപ്പാറ, ഒറ്റപ്പാലം പ്രദേശങ്ങളിലേക്കായി 10,000-ഓളം ഉപഭോക്താക്കൾക്ക് തടയണയിൽ നിന്ന് വെള്ളമെടുത്ത് ശുദ്ധീകരിച്ചാണ് വിതരണം ചെയ്യുന്നത്. ചളവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണോദ്ഘാടനം പ്രസിഡന്റ് E ചന്ദ്രബാബു നിർവഹിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണോദ്ഘാടനം പ്രസിഡന്റ് E ചന്ദ്രബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K ഗീത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ സുനന്ദ, മെമ്പർമാരായ രാധിക, സുമ, പ്രീത, CDS വൈസ് ചെയർപേഴ്സൺ അജിത, കനറ ബാങ്ക് AEO അഞ്ജു, ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ രമ്യ സ്വാഗതവും മെമ്പർ സെക്രട്ടറി ഷീജ നന്ദിയും പറഞ്ഞു. 7 അയൽക്കൂട്ടങ്ങളിലെ 90 പേർക്ക് ആകെ 55,80,000 രൂപ വായ്പയായി വിതരണം ചെയ്തു. വളർത്തുനായകൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തി. മലമ്പുഴ ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി വളർത്തുനായകൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് വെറ്റിനറി ഡിസ്പെൻസറിയിൽ നടന്നു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി സർജൻ VV ശ്രീചത്ത്, ഉദ്യോഗസ്ഥർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്ന് വലിയക്കാട് വെറ്റിനറി സബ് സെന്ററിൽ രാവിലെ 10 മുതൽ 1 വരെയാണ് കുത്തിവയ്പ് നടന്നത്. ചരിത്രത്തിൽ ഇന്ന് K മാധവൻ നായർ ചരമദിനം. സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി പത്രത്തിന്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളുമാണ് K മാധവൻ നായർ. 1882 ഡിസംബർ 2-ന് മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ആദ്യകാലങ്ങളിൽ അധ്യാപകനായാണ് പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല ചരിത്രമാണ് കാരുത്തോടിയിൽ മാധവൻ നായരുടെ ജീവചരിത്രം. 1916-ൽ KP കേശവമേനോനോടൊപ്പം പൊതുജീവിതം തുടങ്ങിയ അദ്ദേഹം മരണം വരെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. മലബാർ കലാപം എന്ന വിശിഷ്ട ഗ്രന്ഥത്തിന്റെ കർത്താവുമാണ് മാധവൻ നായർ. 1933 സെപ്റ്റംബർ 28-ന് അദ്ദേഹം അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.